ഇന്റേണൽ ഇമോഷണൽ കണക്റ്റുകൾ ഉണ്ടാവും സൗണ്ടിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ സൗണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കേൾപ്പിക്കണം എന്നുള്ളതല്ല സൗണ്ട് മിക്സിങ്. എൻ്റെ കേസിലാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത്, എൻ്റെ കേസിലാണ് കേട്ടോ. എല്ലാവരുടെയും കേസിൽ നമുക്കത് അറിയില്ല. ഇത് കൺസ്യൂമറിൽ വരുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു റൂൾ വെച്ചിട്ട് ഇതൊന്നുമല്ല. കൺസ്യൂമറിൽ IAB എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്ഷൻ ലെവലിൽ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഓറോ 3D യൂസ് ചെയ്യാം, നിങ്ങൾക്ക് DTS:X യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കൺസ്യൂമറിൽ വരുമ്പോൾ ഇത് IAB എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ചെയ്തപ്പോൾ ഒരു സീറോ കറക്ഷനായിരുന്നു. ചിദംബരം ഒരു കറക്ഷനും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞേക്കണേ, ഞാൻ പല ഇൻ്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്, ആകെ പറഞ്ഞേക്കണത് ആ പാട്ടിടുന്ന കാര്യത്തിനെ പറ്റിയുള്ള മാത്രമുള്ള തർക്കം ഉണ്ടായിരുന്നുള്ളൂ. ആ പാട്ട് ഞാൻ ഇടാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. റീസെൻ്റ്ലി ഒരു വീഡിയോ ഉണ്ട്, ഒരു റീൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു ഡോഗ് കേരള ക്രൈം ഫയൽസ് 2-ന്റെ ഒരു ക്ലൈമാക്സ് സീൻ ഇങ്ങനെ കാണുന്നത്. അപ്പൊ അത് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ബസ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പതിയെ അതിങ്ങനെ താഴേക്ക് വരുന്ന ഒരു കനാലിലേക്ക് വരുന്നു. അപ്പൊ ഫോൺ റിങ് ചെയ്യുന്ന ആ ഒരു സീനാണ്. അപ്പൊ അതിന്റെ സൗണ്ടിലും ഭയങ്കര ഡിഫറൻസ് വന്നിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം എത്തിയപ്പോഴത്തേക്കും ലാസ്റ്റ് ഈ ഡോഗ് ഇങ്ങനെ ഊരിയിടുകയാണ് ലാസ്റ്റ്. അപ്പൊ ശരിക്കും ഒരു ഹ്യൂമനേക്കാളും ഹൈ ഫ്രീക്വൻസിയിൽ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോഗ്സിനും അല്ലെങ്കിൽ ആനിമൽസിനും പറ്റും. അപ്പോൾ കേരള ക്രൈം ഫയൽസ് 2-ലുള്ളൊരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു സൗണ്ടിങ്ങിൽ? അല്ല, അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സിനിമകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു അണ്ടർലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഇമോഷണൽ കണക്റ്റുകൾ ഉണ്ടാവും സൗണ്ടിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ സൗണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കേൾപ്പിക്കണം എന്നുള്ളതല്ല സൗണ്ട് മിക്സിങ്. എൻ്റെ കേസിലാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത്, എൻ്റെ കേസിലാണ് കേട്ടോ. എല്ലാവരുടെയും കേസിൽ നമുക്കത് അറിയില്ല. എൻ്റെ കേസിൽ ഞാൻ പറയണേ, സൗണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കേൾപ്പിക്കണം എന്നുള്ളതല്ല. ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര ഒരു ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞു, അതിൽ എക്സ്ട്രീമായിട്ട് ഒരു ഫൈനൽ ഒരു എക്സ്പ്ലോഷൻ കൂടി ഉണ്ട് ആ സിനിമയിൽ. അതിനകത്ത് ആ എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും ലീഡ് ചെയ്തിരുന്ന ഒരാൾ, മെയിൽ ഓർ ഫീമെയിൽ, അവിടെ മരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എക്സ്പ്ലോഷനിലൂടെയാണ് മരിക്കണേ. ചിലപ്പോൾ ആ എക്സ്പ്ലോഷനിൽ വിത്തൗട്ട് സൗണ്ട് കേൾപ്പിക്കണതായിരിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു ഡെപ്ത്. അത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ സിനിമ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഉണ്ടാവണ ഒരു ഐഡിയ ആണത്. ഐഡിയനെക്കാട്ടി പേര് നമ്മളതെങ്ങനെ ആ സിനിമ ഈ കാണുന്ന പ്രേക്ഷകർക്ക് അതെങ്ങനെ അത് ഫീൽ ചെയ്യണം, അങ്ങനെയാണ് ഞാൻ സിനിമേനെ കാണുന്നത്. അല്ലാതെ കൂട്ടുക കുറക്കുക എന്നതിനെക്കാട്ടി ഉപരി അതെങ്ങനെ ജനങ്ങൾക്ക് ഇമോഷണലി കണക്റ്റ് ആവണം. സിനിമ ഇമോഷണലി കണക്റ്റ് ആവാതെ സക്സസ് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ റീല് കാണുന്ന പോലെയാണ് ഇപ്പോൾ. കാരണം റീൽ ഇങ്ങനെ എല്ലാവരും സിനിമാറ്റിക്കലി ആണ് ഇപ്പോൾ എനിക്ക് തോന്നണത് ജീവിക്കണത് തന്നെ. അതായത് റീൽസ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോരോ അനുഭവങ്ങളാണല്ലോ. സ്വയം എഡിറ്ററാണ് എല്ലാവരും. ഇത് വേണ്ട, ഇത് വേണം, ഇത് വേണ്ട, ഇത് വേണം, ഇത് കൊള്ളാം, റിപ്പീറ്റ് വാച്ച്, ഇത് ഇങ്ങനെയാണ് എല്ലാവരും. ഒരു എഡിറ്റിംഗ് പാറ്റേണിലാണ് എല്ലാവരുടെയും ജീവിതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2.5 മണിക്കൂർ ഒരു എന്താ പറയുക, ഒരു സ്പേസിൽ ഇങ്ങനത്തെ ഒരു ജനറേഷനാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ വിളിച്ചിരുത്തി നമ്മളൊരു സാധനം കാണിക്കുമ്പോൾ ഇതിനെക്കാട്ടിയും ക്വാളിറ്റി അതിനുണ്ടെങ്കിലല്ലേ ആൾക്കാരത് കാണുള്ളൂ. ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പല ഇമോഷൻസും കവർ ചെയ്താണ് ഓരോ ആൾക്കാർ ഓരോ റീൽസിലൂടെ പോകുന്നത്. അപ്പോൾ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഇമോഷണലി എങ്ങനെയാണ് സിനിമയിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അത് സിനിമ ചെയ്യുന്ന ആൾക്കാരും ആ റൂട്ടിലേക്ക് മാറ്റി ചിന്തിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ പണ്ടത്തെ സിനിമകൾ, ഇപ്പോൾ ക്രോസ്ഓവർ സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനെയല്ല. സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറുമ്പോൾ ഇല്ല, നിങ്ങൾക്ക് തോന്നണില്ലേ? അത് നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരുപാട് സിനിമകളുണ്ട്, ഇന്റർനാഷണലി ഇറങ്ങിയേക്കണ പല സിനിമകളും ഉണ്ട്. ആ സിനിമകളുടെയൊക്കെ മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് സിനിമ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മളും ഉൾക്കൊള്ളണം. അത് എനിക്ക് സ്റ്റോറിയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റോറിനെക്കാട്ടും ഇവർ ഇതിൻ്റെ ഒരു സിനിമാറ്റിക്കലി ഒരു മാറ്റങ്ങളുണ്ടല്ലോ സിനിമയിലുള്ള മാറ്റങ്ങൾ, മേക്കിംഗ് പരിപാടികളൊക്കെ അത് മാറിയാലേ സിനിമ നിൽക്കുള്ളൂ എന്നാണ് ഞാനിപ്പോൾ എനിക്ക് തോന്നണത്.
എനിക്കറിയില്ല എത്രത്തോളം അത് ശരിയാണ്. അതിലേക്ക് മുമ്പേ ഒരു സൈലൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു കട്ട് ചെയ്ത് കളയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, സൈലൻസ് എന്നുള്ളൊരു ടൂള് എത്രമാത്രം സൗണ്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് നോട്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് എൻ്റെ പറഞ്ഞാൽ സ്റ്റുഡിയോയുടെ പേര് തന്നെ സൈലൻസ് എന്നാണ്. സൈലൻസ് വെയർ ഇമോഷൻ സ്പീക്സ് എന്നാണ് ടാഗ്ലൈൻ കൊടുത്തേക്കണത്. അതെന്താ വെച്ചാൽ സൈലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. അത് ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ സൈലൻസ് ആണ് ഒരു ഇമോഷനെ കൊണ്ടുപോണത്. അത് കണക്റ്റ് ആവണതും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ സൈലൻസ് കൊടുക്കാനുള്ള ഒരു ഏരിയ കിട്ടാറില്ല. എല്ലാവരും വിചാരിക്കണം സിനിമ നന്നാവണമെന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ, സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. അത് എപ്പോഴും ഞാൻ പറയണ കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാറില്ല. അത് ഒരുപാട് മ്യൂസിക്കുകളും അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളും വെച്ച് നമുക്കൊരു പരിധി ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമുക്ക് അത്രത്തോളം ഫ്രീഡം തരണ പ്രൊജക്റ്റുകൾ, എനിക്ക് അനോമി എനിക്ക് അത്രത്തോളം ഒരു ഫ്രീഡം കിട്ടിയൊരു വർക്കാണ്. ലിജോൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു ഫ്രീഡം കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഫ്രീഡം കിട്ടുകയാണെങ്കിൽ നമുക്കത് അല്ല എനിക്ക് ഇത് മതി, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഇതിങ്ങനെ മതി എന്ന് പറയണ ഒരു ക്രൂവിൽ നിന്നിട്ട് നമ്മൾ വാദിക്കാനോ നമ്മൾ സംസാരിക്കാനോ എന്നിട്ട് കാര്യമില്ല. അത് അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിങ്ങനെയാണ്. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കുറെ ഇമോഷണൽ സാധനങ്ങൾ നമുക്ക് പോവാറുണ്ട് സിനിമയിൽ നിന്ന്. നമുക്കൊരു ക്രിയേറ്റീവ് സ്പേസ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും മറ്റേ ഗുണാക്കേവില് ലാസ്റ്റ് ഒരു ക്ലൈമാക്സ്, അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഡിസ്കഷനിലൂടെ ഉണ്ടായ കാര്യങ്ങളാണ്. അത് അങ്ങനെയാണ് ചില കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സ് ചെയ്തപ്പോൾ ഒരു സീറോ കറക്ഷനായിരുന്നു. ചിദംബരം ഒരു കറക്ഷനും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞേക്കണം, ഞാൻ പല ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്, ആകെ പറഞ്ഞേക്കണത് ആ പാട്ടിടുന്ന കാര്യത്തിനെ പറ്റിയുള്ള മാത്രമുള്ള തർക്കം ഉണ്ടായിരുന്നുള്ളൂ. ആ പാട്ട് ഞാൻ ഇടാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞാണ് പല ഇൻ്റർവ്യൂവിൽ. പക്ഷെ ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ആ സിനിമേനെ വേറൊരു രീതിയിലേക്ക്. അതാണ് ഒരു ഡയറക്ടറുടെ ഒരു ഇതാണ്. അത് നമുക്കും ഇപ്പം നമ്മൾ പറയണതും അൾട്ടിമേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ പറയണത് മാത്രമല്ല അൾട്ടിമേറ്റ്, ഒരു ഡിസ്കഷനിലൂടെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഇപ്പം ഗുണാക്കേവിന്റെ ആ ഒരു ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ശരിക്കും അവിടെ ഒരു എന്താ സർവൈവ് ചെയ്ത ഒരാൾ, ആ വാക്കും ഫീല് അത്രയും നേരം ഒരു ഹൈ ഒരു ടെൻഷനിൽ ഇരുന്നിട്ട് ഒന്ന് റിലീഫ് ആകുമ്പോൾ ഒരു സാധനം. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു സൗണ്ട് ഡിസൈനറിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറെ ഇറച്ചികളിൽ നിന്നാണ് അതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് ആ ഒരു എക്സ്പ്ലോഷർ ഒക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അതായത് ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ട് കെട്ടിയിട്ട് അതിന് നമുക്കൊരു മാസീവ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കാം. സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് അവിടെയാണ്. അത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇന്ന സാധനം ഉണ്ടാക്കാം എന്നുള്ളതൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ പപ്പടമൊക്കെ പൊരിക്കണ സൗണ്ടില്ലേ, ആ പൊരിക്കണ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് റെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. റെയിനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല പല സിനിമ സൗണ്ടിൻ്റെ ഒരു മാനിപ്പുലേഷനാണ്. നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്ത് പല പല രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ, സൗണ്ട് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ആ ഡ്രോപ്പിനൊരു 1000 അല്ലെങ്കിൽ 1,00,000 പാർട്ടിക്കിൾസ് ആയിട്ട് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് അതിന് വേറെ കൈൻഡ് ഓഫ് സൗണ്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ പല സൗണ്ടുകളും ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റ് വെച്ച് സൗണ്ട് ഉണ്ടാക്കലല്ല. ആ സിനിമയിൽ അത് ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു അതായത് ഇത്രയും വലിയൊരു ഭാരമുള്ളൊരു സാധനം കൊണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സൗണ്ട് അങ്ങനെയല്ല. അത് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. സൗണ്ട് പല രീതിയിലും നമുക്ക് പല പല എക്സ്പെരിമെൻറ്റുകളും നടത്താം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ജയൻറ്റ് വീല് കറങ്ങണത് നമുക്ക് ചെറിയൊരു ഇത് വെച്ചിട്ട് ഒരു സ്ക്രൂ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കറക്കി എടുത്തിട്ടൊക്കെ ആ സൗണ്ട് നമ്മളിപ്പോൾ ഫേസ് പ്ലാന്റ് പോലുള്ള പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പല അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിന് വേറൊരു രീതിയിലേക്കുള്ള ഒരു ലാർജ് സ്കെയിൽ ഓഫ് സൗണ്ട് ഉണ്ടാക്കാം. പല സൗണ്ടുകളും നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ വെഹിക്കിൾസിന്റെ സൗണ്ട്സ് ഒന്നുമില്ല. അതൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
അതങ്ങനെയാണ് സൗണ്ട്. ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഒരു ഫസ്റ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള DTSX സ്റ്റുഡിയോ ആണ് ഇത്. അപ്പൊ എന്താണ് ശരിക്കും ഈ ഒരു DTSX? ആക്ച്വലി DTSX ഒരു ലെജൻഡറി ആയിട്ടുള്ള സൗണ്ടാണ് ശരിക്കും. അവർ ഭയങ്കരമായിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. ഡോൾബി അറ്റ്മോസ്, ഡോൾബിയും ഒരു കമ്പനിയാണ്. ഓറോ 3D വേറൊരു കമ്പനിയാണ്. ഇപ്പോൾ വിവിഡ് ഓഡിയോ എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡ് വന്നിട്ടുണ്ട്. അതും ഇതൊക്കെ ഇമ്മസീവ് ഓഡിയോ ഇവരൊക്കെ ഇപ്പോൾ വന്നതാണ്. പക്ഷേ DTSും ഡോൾബിയൊക്കെ പണ്ടേ തൊട്ടുള്ളൊരു കമ്പനിയാണ് ഇതൊക്കെ. അവരാണ് ഈ ഇമ്മസീവ് ഓഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇമ്മസീവ് ഓഡിയോ മീൻസ് ഓവർ ഹെഡ് സ്പീക്കർ. നമ്മളൊരു സ്പേസിലിരിക്കുമ്പോൾ ആ സ്പേസിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ഈ സ്റ്റോറി ടെല്ലിങ്ങിനും അല്ലെങ്കിൽ മ്യൂസിക്കലി നമുക്ക് എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇമ്മസീവ് ആയിട്ട് ഒബ്ജക്റ്റ് ബേസ്ഡ് ഓഡിയോ ആണ്. അതായത് അറൗണ്ട് ബിഹൈൻഡ് ഈ ഇതൊക്കെ സൗണ്ട് ട്രാവലിങ് ഇങ്ങനെയുള്ള അങ്ങനത്തെ അത്രയും ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് ഇതാണ് ആ സിസ്റ്റം. ഇമ്മസീവ് ഓഡിയോ എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. ഇത് കൊണ്ടുവന്നത് ഇതൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് പലരും അഡാപ്റ്റ് ചെയ്യുന്നു. ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊണ്ടുവന്നു. അറ്റ്മോസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കൊണ്ടുവന്നു. ഈ സെയിം സാധനം തന്നെ. അതേപോലെ തന്നെ DTSX Pro എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ ബ്രാൻഡ് കൊണ്ടുവന്നു. പിന്നെ ഓറോ 3D, ഓറോ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇത് പ്രൊഡക്ഷനിലാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇതേപോലത്തെ കമ്പനികളുടെ ആവശ്യമുള്ളത്. ഇത് കൺസ്യൂമറിൽ വരുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു റൂൾ വെച്ചിട്ട് ഇതൊന്നുമല്ല. കൺസ്യൂമറിൽ IAB എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്ഷൻ ലെവലിൽ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഓറോ 3D യൂസ് ചെയ്യാം, നിങ്ങൾക്ക് DTSX യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കൺസ്യൂമറിൽ വരുമ്പോൾ ഇത് IAB എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. അത് ഒരു പ്രേക്ഷകൻ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ അവരത് കേൾക്കണത് IABയിലാണ്. ഇമ്മസീവ് ഓഡിയോ ബിറ്റ് സ്ട്രീം. അതായത് ശരിക്കും SMPT എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അപ്പം നമുക്ക് ഈ ഐഫോണിനൊക്കെ നമ്മൾ USB-C നിർബന്ധമാക്കിയ പോലെ ഈ സിനിമകൾ, വലിയ സിനിമകൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക, അവിടെയൊക്കെ ഡോൾബിയാണ് കൂടുതലും മാർക്കറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ തിയേറ്റേഴ്സാണ് കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ജർമ്മനി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജപ്പാൻ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും DTS ആണ് കൂടുതലും മാർക്കറ്റ് ചെയ്തേക്കുന്നത്. ഓറോ 3D ഉണ്ട്, IMAX ഉണ്ട്. അപ്പോൾ ഒരു വലിയ സിനിമ വേൾഡ് വൈഡ് ഇറങ്ങുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ എല്ലാ രാജ്യത്തുമേക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. ഇപ്പോൾ DTSൽ മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനൊരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനായിട്ടാണ് ഈ IAB എന്ന് പറഞ്ഞ ഫോർമാറ്റ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് DTS യൂസ് ചെയ്യാം, നമുക്ക് മറ്റെന്താ പറയുക ഡോൾബി അറ്റ്മോസ് യൂസ് ചെയ്യാം, നമുക്ക് ഓറോ 3D യൂസ് ചെയ്യാം. പക്ഷേ ഇത് കൺസ്യൂമറിൽ വരുമ്പോൾ ഇത് IAB ആണ്, ഇമ്മസീവ് ഓഡിയോ ബിറ്റ് സ്ട്രീമാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തേക്കണത് DTSX ആണ്. കാരണം അവരെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഓക്കെ അത് ചെയ്യാം. എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ് DTSX. കാരണം കുറച്ചുകൂടി എനിക്ക് ഭയങ്കര എൻഹാൻസ് ആണ് സൗണ്ട്. ഭയങ്കര ലോ, അതിൻ്റെ ബൂം ഭയങ്കര ഇതാണ്. സ്പേഷ്യൽ ഇൻഫർമേഷൻ ഭയങ്കര ഇതാണ്. മൊത്തത്തിലൊരു ലെജൻഡറി സൗണ്ടാണ് ശരിക്കും. അപ്പം അത് ശരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് ചെയ്യുന്നു അത്രേ ഉള്ളൂ. അറ്റ്മോസും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ OTT പരിപാടിയൊക്കെ അറ്റ്മോസാണ്. അറ്റ്മോസ് OTTയിൽ അങ്ങനെ DTSX ഇവിടെ ഇല്ല, ശരിക്കും ഇന്ത്യയിലില്ല. US മാത്രമേ ഉള്ളൂ DTSX സ്ട്രീമിംഗ് ഉള്ളത്. US സ്ട്രീമിംഗ് നമ്മൾ ഇവിടുന്ന് പോണത് IAB ആണ്. ഇപ്പം ഏത് സ്റ്റുഡിയോയിലാണെങ്കിലും ഔട്ട് പോണത് IAB ആണ്, DCP പോണത് IAB ആണ്. അപ്പോൾ എവിടെ പ്ലേ ബാക്ക് ചെയ്താലും IAB ആയിട്ടാണ് പ്ലേ ബാക്ക് ആവുന്നത്. അത് അറ്റ്മോസും അല്ല, DTSXും അല്ല, ഓറോ 3D മാക്സും അല്ല, ഒന്നുമല്ല. ഇത് അതായത് പ്രൊഡക്ഷൻ ലൈനിലാണ് ഇത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യണത്. പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് IAB ആണ്. അതാ മനസ്സിലായില്ലേ? അതാണ് എൻ്റെ സംഭവം. കൺസ്യൂമറിൽ കേൾക്കുന്നു എന്നുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണൽ ചോയ്സ് DTSX ആണ് സിനിമ ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ ഡോൾബി അറ്റ്മോസും ചെയ്യാറുണ്ട്. ഓറോ 3D ചെയ്യാൻ എനിക്ക് ഓറോ 3Dയുടെ ലൈസൻസ് ഉണ്ട്. ഓറോ 3D എനിക്ക് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ DTSX ശരിക്കും തിയേറ്ററിക്കൽ പോകുന്നത് DTSX അല്ല, ശരിക്കും IAB. ബട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ, സ്ട്രീമിംഗ് സർവീസ് യൂസ് ചെയ്യുമ്പോൾ ഡോൾബി അറ്റ്മോസ്. കാരണം ഡോൾബി അറ്റ്മോസ് ആണ് സ്ട്രീമിങ്ങിലുള്ളത്. അപ്പോൾ സ്ട്രീമിംഗ് നമ്മൾ ഡോൾബി അറ്റ്മോസും. കാരണം DTSX സ്ട്രീമിംഗ് ഇവിടെ വന്നിട്ടില്ല, ഈ ഇന്ത്യയിലില്ല. ആകെ ഡിസ്നി US മാത്രമേ ഉള്ളൂ ഇത് ഉള്ളത്, DTSX സ്ട്രീമിംഗ് ഉള്ളത്. ഇവിടെ അതുകൊണ്ട് ഡോൾബി അറ്റ്മോസ്. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് എല്ലാം
ഡോൾബി അറ്റ്മോസ് അപ്പം അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ അനോമിക്കൊപ്പം തന്നെ ഇറങ്ങുന്ന സിനിമയാണ് ആശകൾ ആയിരം എന്നുള്ളത്. അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഇക്കയുടെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ലെയറിൽ അല്ലെങ്കിൽ പാരലൽ ഇതിൽ നമുക്ക് വെച്ച് നോക്കാൻ പറ്റും. ഓരോ ഡിഫറെൻറ്റ് ഫീൽ ഗുഡ് സിനിമയാണ്. ജയറാമേട്ടനും കാളിദാസനും ആണ് ആശാ ശരത്ത്. ഒരു ഫാമിലി സൗണ്ട് മിക്സിങ് എങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സിനിമകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട്. അത് പ്രൊഡക്ഷനിൽ അവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇത് അതുകൊണ്ടാണല്ലോ അങ്ങനെ മ്യൂസിക് ചെയ്യണത്. ഇപ്പം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ മ്യൂസിക് ഇതിങ്ങനെയല്ല മ്യൂസിക് വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ഇങ്ങനെയല്ല വേണ്ടതെന്നൊക്കെ നമുക്ക് പേഴ്സണലി നമുക്ക് തോന്നാം എല്ലാ സിനിമകളിലും. പക്ഷെ അത് പ്രൊഡക്ഷനിൽ അത് ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. പിന്നെ നമുക്കതിനകത്ത് വേറെ വർത്തമാനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സിനിമ അതിൻ്റെ ഒരു രീതിയിൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ഒരു ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഒരു സിനിമ നമ്മളുടെ അടുത്ത് പുതിയ സിനിമകൾ വരുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് തൊട്ടേ നമ്മളെ വിളിക്കും. ഫസ്റ്റ് ഇങ്ങനെ ഒരു പടം നമുക്ക് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ ആ ഡിസ്കഷനിൽ തൊട്ടേ നമ്മൾ റിക്വയർമെൻറ്റുകൾ പറയും, നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് പറയും, നമ്മൾ ഐഡിയകളൊക്കെ പറയും. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് തൊട്ടേ നമ്മൾ സംസാരങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഒരു ഭയങ്കര രസമായിട്ട് നമുക്ക് അതിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് വരണ ഒരു സിനിമയിൽ ഓൾറെഡി ഒരു ഫിക്സ് ചെയ്തതിന് ശേഷം അത് പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇക്ക വർക്കിങ്ങിലായിരുന്നു. അപ്പോൾ ഇക്കയുടെ ഒപ്പമുള്ളൊരു ക്രൂ ഉണ്ടല്ലോ. അയ്യോ, എൻ്റെ മുത്തുമണികളാണ്. എനിക്ക് രണ്ട് അസിസ്റ്റൻസ് ആണുള്ളത്. ഒന്ന് എബിൻ അഗസ്റ്റിൻ, പിന്നെ ഒരെണ്ണം അലൻ. അവർ രണ്ടുപേരാണ് എന്നെ അസിസ്റ്റ് ചെയ്യണത്. അടിപൊളി മച്ചന്മാരാണ്. നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കണ പിള്ളേരാണ്. അവരും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ റിലാക്സ് ആയിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്ലാൻഡാണ്. അവരും ഭയങ്കര ചില്ലാണ്. അവർക്കും ഭയങ്കര ഇപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര. എബിനും അലനും ഒക്കെ ഭയങ്കര നല്ല ഇതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഓഫീസ് ടൈം എന്ന് പറഞ്ഞ ടൈമിംഗ് ഒന്നുമില്ല. എടാ വർക്ക് തീർക്കണോട്ടാ, അത്രേ ഉള്ളൂ. അപ്പോൾ അവരും ഓക്കെയാണ്. അപ്പോൾ റിലീസിൻ്റെ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് തിരക്ക് കൂട്ടാം. അല്ലാത്ത സമയത്ത് നമ്മൾ ചില്ലയായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അനോമി എന്ന സിനിമ വൻ സക്സസ് ആവട്ടെ. ആശകളായിരം നല്ല രസമുള്ളൊരു ജയറാമേട്ടൻ്റെ പരിപാടികൾ രസമാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോ. ഒരു ഫീൽ ഗുഡ് ആയിട്ട് നമുക്ക് ഭയങ്കര ആസ്വദിച്ചാണ് ഇത് ചെയ്യണത്. പക്ഷെ ഇത് പ്രേക്ഷകരിലേക്ക് ചെല്ലുമ്പോൾ അവരെങ്ങനെ കാണും എന്ന് നമുക്ക് അറിയില്ല. അത് എങ്ങനെ കാണും എന്ന് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് ഇപ്പോൾ വന്നപ്പോൾ വേറൊരു മീൻസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിലേക്ക് ഓരോ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഓരോ നമ്മൾ ഭയങ്കര ഒരു അപ്ഗ്രേഡേഷൻ. നമ്മളിപ്പോൾ നമ്മുടെ സൗണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം സൗണ്ട് നമ്മൾ ഇപ്പോൾ വേൾഡിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മേയർ സൗണ്ട് എന്ന് പറയുന്നത്. മേയർ സൗണ്ട് അതാണ്. അവരാണ് ഹോളിവുഡിലൊക്കെ പല തിയേറ്റേഴ്സും മിക്സിംഗ് തിയേറ്റേഴ്സും ഒക്കെ അവരാണ് തിയേറ്റേഴ്സ് ചെയ്തേക്കണേ സൗണ്ട് സ്പീക്കേഴ്സ്. അപ്പോൾ നമ്മളത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യയിൽ രാജ് കമൽ സ്റ്റുഡിയോ എന്നുകൊണ്ട് ബോംബെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവരായിരുന്നു അത്, അവിടെയായിരുന്നു ഈ സ്പീക്കേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ട്രൈയിങ് ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ്. ഒന്നും റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല. അതൊന്നും കിട്ടി നമ്മൾ എത്ര സ്പെൻഡ് ചെയ്താലും റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഒരു പാഷൻ ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ പല അപ്ഡേഷനും പ്ലാനിങ് ഉണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം അതെല്ലാം ഇനി അടുത്ത അപ്ഡേഷൻസ് സംഭവിക്കട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.